ഐശ്വര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രതീകമായ പത്താം ഉദയം 2026 ഏപ്രിൽ 23 വീണ്ടും നമ്മളിലേക്ക് കടന്നു വരുന്നു. സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ പരമോന്നത ശക്തിയിൽ പ്രകാശിക്കുന്ന ഈ പുണ്യദിനം ആരാധനയ്ക്കും ആരോഗ്യത്തിനും കാർഷിക സമൃദ്ധിക്കും ഒരുപോലെ അത്യന്തം പ്രാധാന്യമുള്ളതാണ്. പത്താമത്തെ ഉദയം പ്രകൃതിയുടെ ഉണർവും മനുഷ്യൻ്റെ ആത്മീയ ഉണർവും ഒരുമിക്കുന്ന അതുല്യ നിമിഷം. പുരാതന കാലത്ത് ഈ ദിവസം മുതൽ കൃഷിപ്പണികൾ ആരംഭിക്കാമെന്ന് വിശ്വസിച്ചിരുന്നു. സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഈ ദിവസം ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്കായി ഏറ്റവും അനുയോജ്യമായ ദിനമാണ്. ഈ പുണ്യദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശുദ്ധിയാകുക. വീടിൻ്റെ ഉമ്മറത്തോ കിഴക്ക് ദർശനമായോ ഒരു നിലവിളക്ക് തെളിയിക്കുക. സൂര്യഭഗവാനെ ഭക്തിപൂർവ്വം വണങ്ങുക. ഒരു കിണ്ണത്തിൽ അരിയും പൂവും വെള്ളവും ചേർത്ത് അർഘ്യം അർപ്പിക്കുന്നത് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. വീടുകളിൽ ഈ ദിവസം പത്താം ഉദയക്കഞ്ഞി തയ്യാറാക്കുന്ന പതിവുണ്ട്. ഔഷധ ഗുണമുള്ള പച്ചിലകളും ധാന്യങ്ങളും ചേർന്ന ഈ കഞ്ഞി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകമാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ പ്രസാദം സ്വീകരിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. നിലവിളക്കിന് മുന്നിലിരുന്ന് ആദ്യത്തെ ഹൃദയ മന്ത്രമോ ഗായത്രി മന്ത്രമോ 108 തവണ ജപിക്കുക. ഈ ജപം നിങ്ങളുടെ നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും നൽകുന്നു. ഈ ദിവസം ദാനം ചെയ്യുന്നത് ഏറെ പുണ്യകരമാണ്. അന്നദാനമോ വസ്ത്രദാനമോ ചെയ്യുന്നത് ജീവിതത്തിൽ ഇരട്ടി അനുഗ്രഹം നൽകുമെന്ന് വിശ്വാസമുണ്ട്. സൂര്യോദയ സമയത്ത് 12 തവണ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ഉന്മേഷം നൽകും. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ബുധനൂർ പള്ളി വിളക്ക് ഉൾപ്പെടെ പത്താം ഉദയ ദിനത്തിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഈ ദിവസം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവ്യാനുഭവമാണ്. ഈ പുണ്യദിനം എല്ലാവർക്കും ഐശ്വര്യവും ആരോഗ്യവും സമാധാനവും നൽകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പത്താം ഉദയ ആശംസകൾ നേരുന്നു.